നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം, ക്ലൂവിലേക്ക് പോവാം. 2 ഇതിഹാസങ്ങളിലും കഥാപാത്രമാണ്. അടുത്തേക്ക് പോവാം. അതിവിദഗ്ധമായി രാജ്യപാലനം നടത്തിയിട്ടുണ്ട്. രാജ്യപാലനം നടത്തിയിട്ടുണ്ട്. ഇതിഹാസങ്ങളിലുണ്ട് അല്ലേ പറഞ്ഞേ? അടുത്തേക്ക് പോണോ? രണ്ടിതിലും ഉണ്ട്. കുറച്ചുകൂടെ വ്യക്തമാവാൻ വേണ്ടി അടുത്തതിലേക്ക് പോണോ? ആലോചിക്കൂ. നടത്തിയിട്ടുണ്ട് രാജ്യപാലനം. അടുത്തേക്ക് പോണോ? ഉറപ്പല്ലേ? വേദങ്ങളിലും പരാമർശമുള്ള കഥാപാത്രമാണ്. വേദങ്ങളിൽ പരാമർശമുണ്ട്, ഇതിഹാസത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഈ 3 ക്ലൂകളും ചേർത്ത് ആലോചിക്കണേ. വേദങ്ങളിൽ ഈ പേര് പരാമർശിക്കുന്നുണ്ട്. ഇതിഹാസങ്ങളുള്ള ആരൊക്കെയാ? അടുത്തേക്ക് പോണോ? 1 മിനിറ്റ് ഒന്നുമില്ല. ശൈലിയാണ്, അവരെ നമുക്ക് ടെൻഷൻ ആക്കണ്ട. 1 മിനിറ്റ്. ടെൻഷൻ ആക്കലാണ് എന്റെ പണി. രാജ്യപാലനം നന്നായി നടത്തിയിരിക്കുന്നത് ദശരഥം നന്നായി നടത്തിയിട്ടുണ്ട്. പക്ഷെ ദശരഥ 2 ഇല്ല. അതാണ് ദശരഥന്റെ പ്രശ്നം. അടുത്തേക്ക് ബാലിയല്ല, ബാലി 2 ഇല്ലല്ലോ. ജീവന്റെ 2 നടത്തേക്ക് പോലെ. സമയം നമുക്ക് കുറവാണ്, അടുത്തേക്ക് പോവാം. മഹാഭാരതത്തിൽ പല ഉപാഖ്യാനങ്ങളുമുണ്ട്. അതിലെ ഒരു ഉപാഖ്യാനത്തിലെ നായികയായ കഥാപാത്രത്തിന്റെ പിതാവാണ്. അടിച്ചു നോക്കിയാലോ? 4 സൂചനകൾ കഴിഞ്ഞു. ഇനി ഒരു സൂചന കൂടെയാണ് ബാക്കിയുള്ളത്. അടുത്ത ക്ലൂവിലേക്ക് പോവാണ്. ആയുധവിദ്യയും വേദശാസ്ത്രങ്ങളും ഒരുപോലെ അറിയുന്ന ആളാണ്. പലപ്പോഴും അത്തരം ഉപദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു നായിക കഥാപാത്രത്തിന്റെ പിതാവാണ്. കഥാപാത്രം നായിക കഥാപാത്രത്തിന്റെ ആരുമില്ലല്ലോ. ഉപാഖ്യാനത്തിലെ നായിക കഥാപാത്രത്തിന്റെ പിതാവും ആയുധവിദ്യയും വേദശാസ്ത്രങ്ങളും അറിയുന്ന ആള്. വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. വിശ്വാമിത്രൻ. പറഞ്ഞോളൂ. വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ലോക്കിയ എല്ലാ ക്ലൂ ആലോചിച്ചിട്ടാണോ? അതെ. അല്ല, ഇനിയിപ്പം നമുക്ക് ഒറ്റ പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ. യെസ്, ഉത്തരം ശരിയാണോ നോക്കാം. ഓക്കെ, വെരി നൈസ്. അങ്ങനെ 5ാമത്തെ ക്ലൂവില് ഉത്തരം നൽകിക്കൊണ്ട് 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു സമാധാനമുണ്ടോ? അതെ, ഇവര് ആലോചിക്കണ യയാതിയാണോ? അല്ല, യയാതി ഉപാഖ്യാനത്തിലെ നായികയുടെ പിതാവല്ല. ഇങ്ങനെ രസമായിരുന്നു പ്രോസസ്. ഏറ്റവും അവസാനം മോനാണ് പറഞ്ഞത് അല്ലെ? വിശ്വാമിത്രനാണോ? അതെ. അവനിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ശരിയാണോ? അല്ല, ശരിയാണ്. അല്ല, നിന്നെ നിപ്പാ ഞാൻ പറഞ്ഞത്. നിന്നിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പൊ എന്തായാലും മാർക്സ് കിട്ടിയിട്ടുണ്ട്. 5 മാർക്സ്. അതായത് നമ്മൾ 5 ടീമുകൾ ആദ്യത്തെ റൗണ്ടിൽ മത്സരിച്ചതിൽ നിങ്ങൾക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്.